ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മളിന്ന് പോകുന്നത് റാസൽ കൈമയിലുള്ള ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മൾ കുറേ ആയി ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ഇവിടെയൊക്കെ നന്നായി തണുപ്പായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഞാനും ആമിയും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് പുറത്ത് പോവാമെന്നുള്ള ഒരിതിൽ. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്ക് റാസൽ കൈമയിൽ ബീച്ചിൽ പോകാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇറച്ചിയും പുളി ഉണ്ടാക്കാം, പിന്നെ ബീഫ് കറി ഉണ്ടാക്കാം, ആമി കുറച്ച് നെയ്ച്ചോറും പിന്നെ ചിക്കൻ പൊരിച്ചും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെ നമുക്ക് ധാരാളം മതിയല്ലോ, പിന്നെ മക്കളും അല്ലേ ഉള്ളൂ. നമ്മൾ അവിടേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് സാധാരണ ആണ് കേട്ടോ. ഇങ്ങനെ ഈ തണുപ്പ് തുടങ്ങുമ്പോൾ ഇങ്ങനെ എല്ലാവരും പുറത്ത് പോകുന്നതും ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് ഉണ്ടാക്കുന്നതും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കഴിക്കുന്നതൊക്കെ സാധാരണയാണ്. അപ്പോൾ അത് നല്ലൊരു വൈബാണ്. ഇങ്ങനെ രാത്രിയൊക്കെ പോയിരുന്ന് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് പോരാന്നുള്ളത് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയിൽ അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ചെറിയൊരു ഗ്യാസിൻ്റെ ഒരു സ്റ്റവ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ കണക്ട് ചെയ്യുന്ന ചെറിയൊരു സിലിണ്ടർ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ടൻ ചായയും കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തി. നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്യാൻ കുറേ നോക്കി, പക്ഷെ അവിടെയൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. വീക്കെൻഡും തണുപ്പൊക്കെ ആയപ്പോൾ എല്ലാവരും അവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നുള്ള ഇതില്ല. എല്ലാവരും നേരം വെളുത്തിട്ടോ അല്ലെങ്കിൽ മിഡ് നൈറ്റൊക്കെ ആയിട്ട് അവിടുന്ന് പോവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ആയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഏരിയയിലൊന്നും ഇത്ര തണുപ്പില്ല, പക്ഷെ അവിടെ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പറയാൻ വയ്യ, അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ. ഞാനും ആമിയൊക്കെ പോയി കുടുങ്ങിയെന്ന് തന്നെ പറയാം, അത്രയ്ക്ക് തണുപ്പ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ മക്കൾക്ക് ഈ തണുപ്പത്ത് ഇടാൻ പറ്റിയൊരു സെറ്ററുമായിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അച്ചുമോന് ഇതുപോലെ ഒരു മങ്കി ക്യാപ്പ് അല്ല, അതുപോലത്തെ ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ സേഫാക്കി ഇരുത്തി. പക്ഷേ എനിക്കും അമ്മയ്ക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തണുപ്പിന് നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ, വിറക്കുന്ന രീതിയിൽ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം തണുപ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കട്ടൻ ചായയും പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. മക്കൾക്ക് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ ശേഷം ഞങ്ങളിങ്ങനെ ഇറച്ചിയും പൂളയും പിന്നെ ഇതൊക്കെ ചൂടാക്കി എടുത്തിട്ട്, എന്താ വെച്ചാൽ മൊത്തത്തിൽ തണുത്തെടുക്കാവും. നമ്മൾക്ക് അറിയായിരുന്നു എന്തായാലും തണുക്കും എന്നുള്ളത്, അതുകൊണ്ട് ചൂടിൽ കഴിക്കുന്നതാണല്ലോ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി കഴിച്ചിട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആമയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെ ഫുഡ് ചൂടാക്കിയപ്പോഴാണ് അവിടെ പ്രത്യേകം നമ്മളെ നാട്ടിലുള്ള കല്യാണ വീടുകളിലൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു സ്മെല്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മൊത്തം. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതും പോർക്കും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയായിരുന്നു ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു ഉണക്കമീനിൻ്റെ ഒക്കെ സ്മെല്ലായിരുന്നു. നമ്മൾ ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ആകെ നമ്മളെ മൂക്കിന് നല്ല സ്മെല്ലായി വന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സവാദിക്കൻ്റെ ഫ്രണ്ടും വൈഫും അവിടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവർ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരും വന്ന് ജോയിൻ ചെയ്തു കേട്ടോ അതിലേക്ക്. അപ്പോൾ അവരും നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് പറ്റിയ സെറ്റ് ആൾക്കാരായിരുന്നു കേട്ടോ. ഇവിടെ പല രാജ്യത്തുള്ള ആളുകളും ഇവിടെ വന്ന് ഇതുപോലെ ടെൻറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടും അവരുടേതായിട്ടുള്ള ഇഷ്ട സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നവരും ഉണ്ട്, ഓർഡർ ചെയ്ത് കഴിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ ഹുക്കൊക്കെ വലിച്ചിട്ട് സംസാരിച്ചും തമാശകൾ പറഞ്ഞിട്ടും ഒക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ അങ്ങ് വിചാരിക്കുമായിരുന്നു, എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തണുപ്പുണ്ട്. എന്നാലും എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും അത് രാജ്യത്തിൻ്റെ പരിധിയൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
അപ്പം ഇവിടെ ഇങ്ങനെ ഈ ബീച്ച് സൈഡിൽ ഇങ്ങനെ വലിയ 2 കൊക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ മൊത്തത്തിൽ വെളിച്ചമുണ്ടായിരുന്നു. അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമുണ്ട്, അതല്ലാതെ ഓരോരുത്തർ ഇങ്ങനെ തീ കത്തിച്ചിട്ടുള്ളതും പിന്നെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ പോരുമ്പോഴേക്കും അവിടെ ഒന്നാകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് പിന്നെ ഒരു ടൈം ആയപ്പം ഒക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് പോന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഒരുപാട് നേരം വണ്ടീൻ്റെ പുറത്ത് നിന്നൊക്കെ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കളെയൊക്കെ കുറച്ച് നേരം ആദ്യം കാറിൽ കയറ്റി ഇരുത്തി. അപ്പം ഞാനും കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. അവർ 4 അവരുടെ മോളും ഉണ്ട് കേട്ടോ. അത് നമ്മൾ പറയില്ലേ സവാദക്കൻ്റെ ഫ്രണ്ടാണെന്ന്. അപ്പോൾ അവരുടെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മക്കൾ അതേ സെയിം ഏജ് ആയിരുന്നു. അപ്പോൾ മോളാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മക്കൾ തമ്മിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവരവരുടെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. നല്ല അവരെന്താ സംസാരിക്കുന്നത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കില്ലേ. അപ്പം അവിടുന്ന് നമ്മൾ പിന്നെ അവർ അവിടേക്കും പോയി. നമ്മളെ വിളിച്ചിരുന്നു കേട്ടോ അവരുടെ റൂമിലേക്ക്. പിന്നെ നമ്മൾ അവിടേക്ക് പോയില്ല, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്ടായിരുന്നത്. റോഡ് ഇങ്ങനെ ഫുള്ള് ഈ കാണുന്നതൊക്കെ ഇത് നാഷണൽ ഡേൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റ് മേലൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഈ ഒരു നാഷണൽ ഡേൻ്റെ ഒരു തീമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള കേട്ടോ. അതിങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ഡിസൈനിൽ വെച്ചിട്ടുണ്ടാകും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ചില ഏരിയയിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പെട്ടെന്ന് കഴിഞ്ഞു പോകുമ്പോഴയ്യോ വീഡിയോ എടുക്കാമായിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമായിരുന്നല്ലോ എന്നൊക്കെയുള്ള ഓർമ്മ വരിക കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ എപ്പോഴും മക്കളുണ്ടാകും. അധിക സമയം മുന്നിൽ സവാദിക്ക് ആരാള്ള വെച്ചാൽ അവരാണ് എനിക്ക് വീഡിയോ ചിലപ്പോൾ എടുത്ത് തരും കേട്ടോ ഇങ്ങനെ പോകുമ്പോഴൊക്കെ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ വിചാരിക്കും ഇങ്ങനെയുള്ള ഒത്തുകൂടലൊക്കെ എപ്പോഴും നമുക്ക് മനസ്സിനൊക്കെ ഒരുപാട് റിലാക്സേഷൻ തരും. പിന്നെ ഇതുപോലെയൊക്കെ സന്തോഷിക്കാനും ഇങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയതെന്ന് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലേ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.